ഓം ശ്രീ സായിറാം. എല്ലാവർക്കും നമസ്കാരം. വിവേക ചൂടാമണി തുടർന്ന് നോക്കാം. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഇന്ന് നമ്മളൊരു പുതിയ മൂന്നാമത്തെ ശ്ലോകമാണ്, അടുത്തൊരു ശ്ലോകമാണ് നോക്കാൻ പോകുന്നത്. അത് ഞാൻ അയച്ചിട്ടുണ്ട്. ദുർലഭം ത്രയമേവൈതത് ദേവാനുഗ്രഹ ഹേതുകം മനുഷ്യത്വം മുമുക്ഷുത്വം മഹാപുരുഷ സംശ്രയഃ. ദുർലഭം ത്രയമേവൈതത് ദേവാനുഗ്രഹ ഹേതുകം മനുഷ്യത്വം മുമുക്ഷുത്വം മഹാപുരുഷ സംശ്രയഃ. ഈ ഒരു ശ്ലോകമാണ് ഇനി അടുത്തതായിട്ട് ശങ്കരാചാര്യസ്വാമികള് പറഞ്ഞു തന്നിരിക്കുന്നത്. എന്താണെന്ന് നോക്കാം. അപ്പോ കഴിഞ്ഞ ദിവസം നമ്മള് മനുഷ്യ ശരീരത്തിന്റെ മേന്മയും കാര്യങ്ങളൊക്കെ നോക്കി. അതിൽ തന്നെ പുംസ്ത്വം എന്നുള്ള വാക്കിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് പഠിച്ചു. ഇവിടെയും മനുഷ്യ ശരീരമേന്മ, മനുഷ്യ ജന്മമേന്മ എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞതിന്റെ ബാക്കിയായിട്ടാണ് പറയുന്നത്. ഏറ്റവും വലിയ ഈശ്വര അനുഗ്രഹം തന്നെയാണ് മനുഷ്യ ശരീരം ലഭിക്കുന്നതും അതിന്റെ മേന്മയെ നമ്മൾ അറിയുന്നതും. ഈ ശരീരത്തെ എങ്ങനെ ഉപയോഗിക്കണം എന്നത് ഈ മേന്മയെ നമ്മൾ എത്രമാത്രം അറിയുന്നു എന്നതനുസരിച്ചിരിക്കും. നമ്മുടെ ഈ ശരീരത്തെ എങ്ങനെ ഉപയോഗിക്കണം എന്നത് ഈ മേന്മയെ എത്രമാത്രം നാം അറിയുന്നു എന്നതനുസരിച്ചാണ്. ഒരു രത്നത്തെ നമ്മൾ സൂക്ഷിക്കുന്നത് അതിൻ്റെ മേന്മ അറിയുന്നത് കൊണ്ടാണ്. ഒരു രത്നത്തെ നമ്മൾ ഭദ്രമായിട്ട് സൂക്ഷിക്കുന്നു. എപ്പോൾ അത് രത്നമാണെന്ന് അറിയുമ്പോഴാണ്. വെറുതെ ഒരു കല്ലാണെന്ന് വിചാരിച്ച് നമ്മൾ സൂക്ഷിക്കുകയില്ല. നല്ല രത്നമാണെന്ന് അറിയുമ്പോൾ, അതിന് ഇത്ര വാല്യൂ ഉണ്ട് എന്നറിയുമ്പോൾ നമ്മൾ അത് നന്നായിട്ട് സൂക്ഷിക്കും. അപ്പോ ഉപനിഷത്തുകള് എല്ലാം പറഞ്ഞു തരുന്നത്, സൃഷ്ടിയുടെ ആ വഴികളൊക്കെ പറഞ്ഞു തന്ന് ഈ ശരീരം എവിടെ നിന്ന് വന്നതാണ്, ഇതെന്താണ്, എന്തുകൊണ്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്, ഇതിനകത്ത് ജീവൻ എന്താണ്, ഇതൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. മാത്രമല്ല, ഒരു മൃഗശരീരം കൊണ്ട് ചെയ്യാവുന്നത് നമ്മൾ മനുഷ്യ ശരീരം കൊണ്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ എന്താ പ്രയോജനം? മൃഗശരീരം കൊണ്ട് മൃഗങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ കാര്യങ്ങൾ നമ്മൾ ഈ മനുഷ്യ ശരീരം കൊണ്ട് ചെയ്തുകൊണ്ട് അങ്ങനെ നമ്മുടെ ഈ മനുഷ്യ ജീവിതം അവസാനിപ്പിച്ചാൽ, അപ്പൊ പിന്നെ ഈ മേന്മയെ കുറിച്ച് അറിഞ്ഞില്ല എന്നുള്ളതല്ലേ, ഈ മേന്മ ഒട്ടും മനസ്സിലായില്ല എന്നുള്ളതല്ലേ എൻ്റെ അർത്ഥം. അപ്പൊ മനുഷ്യ ശരീരം കൊണ്ട് ചെയ്യേണ്ടത് എന്താണോ അത് ചെയ്യണം. ഇപ്പോഴത്തെ ഒരു സ്ഥിതിവിശേഷം നോക്കിയാൽ, പുറത്തു നോക്കിയാൽ നമുക്കറിയാം, മൃഗശരീരം കൊണ്ട് മൃഗങ്ങൾ എങ്ങനെ ജീവിക്കുന്നു അതുപോലെയാണ് ഇപ്പോൾ മനുഷ്യര് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൺമുന്നിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. മൃഗങ്ങളെക്കാട്ടിലും മതം പതിച്ചിട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോ മനുഷ്യ ശരീരം കിട്ടിയാൽ എങ്ങനെ അങ്ങനെ ജീവിക്കണം? അല്ലെങ്കിൽ മൃഗമായി ജനിച്ചാൽ മതിയായിരുന്നല്ലോ. മൃഗത്തെ പോലെ ഇപ്പോൾ ജീവിക്കുന്ന ആൾക്കാർ അറിയേണ്ട ഒരു കാര്യം, എന്നാൽ പിന്നെ മൃഗമായി ജനിച്ചാൽ മതിയായിരുന്നല്ലോ, എന്തിനായി മനുഷ്യനായി ജനിച്ചത്? അപ്പോ മൃഗശരീരം കൊണ്ട് ലഭിക്കാത്ത ഒന്ന് മനുഷ്യ ശരീരം കൊണ്ട് ലഭിക്കും എന്ന് മനസ്സിലാക്കുമ്പോഴാണ് മേന്മ അറിയുക. എല്ലാ ജീവികളെയും നോക്കണം. ഓരോ ജീവികളെയും ശ്രദ്ധിച്ചിട്ട് ആ ജീവികൾക്ക് പറ്റാത്ത ഒരു കാര്യം നമുക്ക് പറ്റും എന്ന് മനസ്സിലാക്കണം. നമ്മൾ ഓരോ ജീവികളെ കാണുമ്പോൾ അവരുടെ സ്പെഷ്യാലിറ്റീസിനെ കുറിച്ച് നമ്മൾ ഓർക്കും. അയ്യോ, നമുക്ക് ആ ഒരു കഴിവില്ലല്ലോ എന്ന്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. പലപ്പോഴും അങ്ങനെയാണ് ചിന്തിക്കുക. അയ്യോ, എന്നെ സുഖമാണ് ആ മൃഗത്തിന്, അതിന് ഇന്ന കഴിവുണ്ടല്ലോ. പക്ഷി, അതിന് പറക്കാൻ പറ്റുന്നുണ്ടല്ലോ. കുരങ്ങുകൾ എത്രമാത്രം വേഗം ചാടിയൊക്കെ പോകാൻ പറ്റുന്നു. അങ്ങനെ എവിടെയൊക്കെ കയറാം. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കും. പക്ഷേ മനുഷ്യ ശരീരത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ ഇതിന്റെ മേന്മ, അതിനെക്കാട്ടിലും ഒക്കെ എത്ര മേലെയാണ് എന്ന് ചിന്തിക്കണില്ല. ഓരോ കൊച്ചു കൊച്ചു മൃഗങ്ങളെ കാണുമ്പോഴും നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. അതിന്റെ കഴിവുകളെ കുറിച്ച്, അതിനുള്ള സ്പെഷ്യാലിറ്റീസിനെ കുറിച്ച് നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കും. അയ്യോ, നമുക്ക് ഈ ക്വാളിറ്റി ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ വിചാരിക്കും. അതേസമയം നമുക്ക് കിട്ടിയിരിക്കുന്ന മനുഷ്യ ശരീരത്തിന്റെ മേന്മ എത്ര വലുതാണ് എന്ന് നമ്മൾ ചിന്തിക്കാറില്ല.
അപ്പൊ അത് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോ അങ്ങനെ മനസ്സിലാവുമ്പോ ഈ ശരീരത്തെ നന്നായി ഉപയോഗിക്കാനും നമുക്ക് തോന്നും. ഈ മനുഷ്യ ശരീരം നേടുമ്പോഴാണ് ശരിക്കും ഈ ശരീരത്തെ ഉപയോഗിച്ചവരായി മാറുക. മനുഷ്യ ശരീരം കൊണ്ട് നേടേണ്ടത് എന്തോ അത് നേടാൻ വേണ്ടി പ്രയത്നിച്ച് നേടുമ്പോഴാണ് ഈ ശരീരം കൊണ്ട് ശരിയായിട്ടുള്ള പ്രയോജനം ഉണ്ടാവുക. അല്ലെങ്കിൽ വെറുതെ മൃഗങ്ങൾ ജനിച്ചു മരിക്കുന്ന പോലെ നമ്മളും ജനിച്ചു മരിക്കും. നിത്യജീവിതത്തിലും ഈ രീതിയിൽ പല സ്ഥലത്തും പോകുമ്പോൾ അവിടത്തെ സ്പെഷ്യൽ എന്തോ അത് നമ്മൾ കരസ്ഥമാക്കും, ഇല്ലേ? നമ്മളിപ്പോ സാധാരണ ഒരു ടൂർ പോയ കന്യാകുമാരിയിലൊക്കെ ടൂർ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ശംഖൊക്കെ കാണുമ്പോൾ ചെറിയ ചെറിയ ശംഖുമാലകളും ശംഖു കൊണ്ടുള്ള അലങ്കാര വസ്തുക്കളും ഇതൊക്കെ നമ്മൾ മേടിക്കും. നോർത്ത് ഇന്ത്യയിലാണ് പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ വിശേഷപ്പെട്ട സാധനങ്ങൾ എന്താ ഇവിടെ കിട്ടാത്തത് അവിടെ കാണുന്നതും ഭംഗിയുള്ളതും അങ്ങനെ വളരെ ആകർഷകമായിട്ടുള്ളതുമെല്ലാം അവിടെ നിന്ന് മേടിക്കും. ഏത് സ്ഥലത്ത് പോയാലും, ഏത് ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ നമ്മൾ പോയാലും അല്ലെങ്കിൽ ഒരു തീർത്ഥാടന സ്ഥലത്ത് പോയാലും ഇവിടെ ലഭ്യമാകാത്ത അവിടെ ലഭ്യമാകുന്നത് നമുക്ക് സന്തോഷം തരുന്നതുമായ കാര്യങ്ങളെയൊക്കെ നമ്മൾ മേടിക്കും. അതുപോലെ ഈ ശരീരത്തിൽ നാം വന്നിരിക്കുകയാണ്. ഈ ശരീരത്തിൽ വന്ന നാം എന്ത് ചെയ്യണം? ഈ ശരീരം കൊണ്ട് മാത്രം നേടാവുന്നത് നേടണം. ഒരു സ്ഥലത്ത് പോയിട്ട് അവിടുത്തെ അവിടുത്തെ വിശേഷപ്പെട്ട ഒരു കാര്യം നമ്മൾ കരസ്ഥമാക്കുന്നത് പോലെ ഈ വിശേഷപ്പെട്ട മനുഷ്യ ശരീരത്തിൽ വന്ന ശേഷം ഇതിൽ കൂടി കിട്ടുന്ന വിശേഷപ്പെട്ടതായ മുക്തി, മോക്ഷം എന്നതിനെ നമ്മൾ നേടണം. അല്ലെങ്കിൽ പിന്നെ ഈ ശരീരം കൊണ്ട് എന്താ പ്രയോജനം? വേറെ ഏതെങ്കിലും ശരീരം മതിയായിരുന്നല്ലോ. അതിനെ തിരിച്ചറിയാനാണ് ഈ ശ്ലോകം ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. ഈ ശരീരം കൊണ്ട് നേടാവുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് പാപപുണ്യങ്ങൾ നേടാം, പിന്നൊന്ന് മോക്ഷം നേടാം. ഈ രണ്ട് കാര്യങ്ങളാണ് നേടാവുന്നത്. പാപപുണ്യങ്ങളും പറ്റും, മോക്ഷവും പറ്റും. അപ്പൊ പാപപുണ്യങ്ങൾ നേടുമ്പോ എന്താ ഉണ്ടാവുക? നമ്മൾ നേരത്തെ പഠിച്ച സഞ്ചിത കർമ്മത്തില് ഇത് കൂടിക്കൊണ്ടിരിക്കും. പാപപുണ്യങ്ങൾ ഈ ജന്മത്തിൽ നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ എന്താ അവിടെ സംഭവിക്കുന്നത്? പാപവും പുണ്യവും സഞ്ചിതത്തിൽ കയറിക്കൊണ്ടിരിക്കും. അപ്പൊ എന്താ? അങ്ങനെ സഞ്ചിതത്തിൽ കയറുമ്പോ എന്തുണ്ടാവും? വീണ്ടും ജന്മത്തിന് കാരണമായി മാറും. അപ്പോ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈ ജന്മത്തിൽ പാപം കൂടുതൽ ചെയ്തു പോയാൽ നമുക്ക് മൃഗശരീരമായിരിക്കും ഇനി കിട്ടുന്നത്. ഇപ്പൊ മനുഷ്യജന്മം ദുർലഭമായിട്ട് കിട്ടിയിട്ടുണ്ട്. പാപം കൂടുതൽ ചെയ്തു പോയാൽ ഇനിയൊരു അവസരം കിട്ടത്തില്ല, നേരെ മൃഗത്തിലേക്ക് പോകും. അത് നല്ലതാണോ? അല്ല, ഒരിക്കലും അല്ല. അപ്പൊ ഇപ്പൊ കിട്ടിയതിന് നന്നായിട്ട് ഉപയോഗിക്കണം, പാപം ചെയ്യാതിരിക്കണം. അപ്പൊ ഈ ജന്മത്തെ വേറെ എന്തിനു ഉപയോഗിക്കണം? മോക്ഷം നേടാനായിട്ട് ഉപയോഗിക്കണം. ഇനി പുണ്യം കൂടുതൽ പുണ്യം മാത്രം പുണ്യം ചെയ്തുകൊണ്ടിരുന്നാലോ, എന്തെങ്കിലും ഫലം ആഗ്രഹിച്ച് എനിക്കത് വേണം, ഇത് വേണം, വീട്ടില് ഇന്ന സൗകര്യങ്ങൾ വേണം, സമ്പത്ത് വേണം, ധനം വേണം, പുത്രപുത്രാദികൾ വേണം, അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ട് നമ്മൾ ഈശ്വരനെ ഭജിക്കുകയും പൂജിക്കുകയും ഹോമാദികളൊക്കെ ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നാലോ, അപ്പൊ പുണ്യം നേടും. ആ പുണ്യം എന്തിനു വഴിവെക്കും? വീണ്ടും ഒരു ജന്മത്തില് ഇപ്പോൾ ആഗ്രഹിച്ച സുഖങ്ങളെല്ലാം ഈ പുണ്യം നമുക്ക് തരുന്നതിനായിട്ട് വീണ്ടും ഒരു ജന്മം നമുക്ക് എടുക്കേണ്ടി വരും. അപ്പോൾ വീണ്ടും ജന്മം വരും. പുണ്യം അനുഭവിക്കണ്ടേ, സുഖം അനുഭവിക്കണ്ടേ, അപ്പൊ ശരീരം വേണ്ടേ, അപ്പൊ നിങ്ങോട്ട് തിരിച്ചു വരേണ്ടി വരും. അപ്പൊ ഈ മനുഷ്യജന്മം ഇത് രണ്ടിനുമല്ല ഉപയോഗിക്കണ്ടേ, മോക്ഷം നേടാൻ ഉപയോഗിക്കണം. ഇല്ലെങ്കിൽ അത് ആത്മഹത്യക്ക് തുല്യമാണ് എന്നാണ് ശങ്കരാചാര്യസ്വാമികൾ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഈ ജന്മത്തിന്റെ മേന്മയെ അറിഞ്ഞ് മോക്ഷം നേടാൻ ഉപയോഗിച്ചില്ലെങ്കിൽ, ഈ ശരീരത്തെ മോക്ഷം നേടാനായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ ആത്മഹത്യക്ക് തുല്യമാണ് എന്നാണ് ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞിരിക്കുന്നത്. ചെറിയൊരു ഇതൊന്നല്ല പറഞ്ഞ, ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണെന്നാണ് ശങ്കരാചാര്യസ്വാമി പറഞ്ഞ. അതിന് പറയും ഇഹചേത് അവേദി സത്യമസ്തി. ഈ ജന്മത്തിൽ തന്നെ ഉണ്മയെ അറിഞ്ഞാൽ അപ്പോഴാണ് ജീവിതത്തിൽ ഒരു സത്യം ഉള്ളത്. ജീവിതത്തിൽ അതിന്റെ ശരിയായിട്ടുള്ള ജീവിതം എന്താണ്, ശരീരം കിട്ടിയതിന്റെ ഗുണം എന്താണ് എന്ന് ഉണ്ടാകുന്നത് ഈ ജന്മത്തിൽ തന്നെ ഉണ്മയെ അറിഞ്ഞാൽ. ഉണ്മയെ അറിയാൻ എന്താണ്? ആത്മജ്ഞാനം ഉണ്ടാകലാണ് ഉണ്മയെ അറിയൽ.
ഇഹചേത് അവേദി സത്യമസ്തി എന്ന് പറയുന്നത്. പിന്നെയോ അവിദിത്വാ ചേ പ്രേതി കൃപണ. അവിദിത്വ അറിഞ്ഞില്ലെങ്കിലോ പ്രേതി കൃപണ. ഈ ജന്മത്തിൽ നേടേണ്ടത് അറിയാതെ ശരീരം വിട്ടാൽ അത് മേന്മയല്ല, അറിയണം, അതാണ് മേന്മ. അല്ലെങ്കിൽ പരിതാപകരം എന്നാണ് പറയുന്നത്. കൃപണ എന്നുള്ളതിന് ഇവിടെ ആ ഒരു യൂസേജ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ജന്മത്തിൽ അറിയേണ്ടത് അറിഞ്ഞത് നേടിയില്ലെങ്കിൽ അയ്യോ കഷ്ടം, പരിതാപകരം എന്നാണ് പറയുന്നത്. അവിദിത്വ പ്രേതി കൃപണ. ഈ ശരീരത്തെ വെറും ഭോഗത്തിനായി ഉപയോഗിച്ച് തീർക്കരുത് എന്ന് പ്രത്യേകം പറയുന്നു. ഈ ശരീരത്തെ വെറും ഭോഗത്തിന് വേണ്ടി മാത്രമായിട്ട് ഉപയോഗിച്ച് തീർക്കരുത്. കാണുന്നതൊക്കെ കഴിക്കുക, ആഗ്രഹമുള്ളതൊക്കെ കഴിക്കുക, പോണ്ടടത്തൊക്കെ പോവുക, കാണേണ്ടതൊക്കെ കാണുക, കേൾക്കേണ്ടതൊക്കെ കേൾക്കുക, ഇങ്ങനെ ആഗ്രഹങ്ങളെ പൂർത്തീകരണത്തിന് മാത്രമായിട്ട് ഈ ശരീരത്തെ ഉപയോഗിച്ച് കളയരുത്, വേസ്റ്റാക്കി കളയരുത് എന്ന് അദ്ദേഹം പറയുന്നു. ഇതിനെ മോക്ഷത്തിന് വേണ്ടി ഉപയോഗിക്കണം. ഈ ശരീരത്തെ, ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് മാത്രമേ അത് സാധിക്കൂ. അപ്പോ അതെങ്ങനെ സാധിക്കുമെന്ന് അതിനുള്ള ആചാര്യന്മാരും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പൊ നോക്കാം. അപ്പോ അങ്ങനെ ഈ ജന്മത്തിൽ ഈ ശരീരത്തെ അത്രയും പവിത്രമായി കണ്ട് അതിൽ കൂടി നേടാവുന്നത് ഏറ്റവും വലിയ ലക്ഷ്യമാണ്. അതിനാണ് ഈ ശരീരം കിട്ടിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് ഇതിനെ ഉപയോഗിക്കണം. അതുകൊണ്ട് മനുഷ്യജന്മം സുലഭമല്ല താനും. ഇത് സുലഭമാണോ? അല്ല. എത്രയോ ജന്മങ്ങളിലെ ആ പാപപുണ്യങ്ങളുടെ റേഷ്യോ അനുസരിച്ച് കറക്റ്റായിട്ട് ഭഗവാൻ തന്നിരിക്കുകയാണ് ഇപ്പൊ മനുഷ്യജന്മം. ഇനി ഇതിന്റെ ആ ശ്ലോകത്തിന്റെ അർത്ഥമായിട്ട് വരുമ്പോ എങ്ങനെയാണ്? ദുർലഭം, ദുർലഭമാണ്, കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. ത്രയം ഏവ, എന്ത്? ഈ മൂന്ന് കാര്യങ്ങൾ. ത്രയമേവ ഏതത്, എന്താണ് ഈ പറയുന്ന മൂന്ന് കാര്യങ്ങൾ വളരെ ദുർലഭമാണ്, ബുദ്ധിമുട്ടാണ്. എന്തൊക്കെയാണ്? ദേവ അനുഗ്രഹം, വലിയൊരു കാര്യമാണ്. ദേവ അനുഗ്രഹം. ഈ ശരീരം ലഭിച്ചത് ഈശ്വരാനുഗ്രഹത്താലാണ് എന്ന് പ്രത്യേകം പറയുകയാണ്. മനുഷ്യ ശരീരം ലഭിച്ചത് ഈശ്വരാനുഗ്രഹത്തോടെയാണ്, അതിനാലാണ് എന്നാണ് ശങ്കരാചാര്യസ്വാമി പറയുന്നത്. ഇതൊക്കെ എത്ര പേർക്ക് പറഞ്ഞാൽ മനസ്സിലാവും? ഓ, അതെന്ത് ഈശ്വരാനുഗ്രഹം? ഭൂമി ജനിക്കുന്നതിന് എന്ത് ഈശ്വരാനുഗ്രഹം? എത്രയോ പേർക്ക് കുട്ടികളുണ്ടാവുന്നു, ആൾക്കാരുണ്ടാവുന്നു, എത്രയോ കോടാനുകോടി ജനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, വരുന്നു പോകുന്നു. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ ശാസ്ത്രം പഠിക്കുന്നവർ മനസ്സിലാക്കണം, ദേവ അനുഗ്രഹം, ഈശ്വരന്റെ അനുഗ്രഹത്താൽ ലഭിച്ച ഒരു ശരീരമാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈശ്വര അനുഗ്രഹ ഹേതുന എന്ന് പറയാം അതിനെ പറയുമ്പോൾ. ഈശ്വര അനുഗ്രഹ ഹേതുന, ഈശ്വരന്റെ അനുഗ്രഹത്താൽ ലഭിച്ച ഈ ശരീരമാണ് ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത്. എന്താണ് ഈശ്വരനുഗ്രഹ ഹേതു? ദേവ അനുഗ്രഹം, മനുഷ്യത്വം, ദുർലഭം ത്രയമേവൈ തത് ദേവാനുഗ്രഹ ഹേതുകം. മനുഷ്യത്വം ഒന്ന്, പിന്നെന്താണ്? മുമുക്ഷുത്വം, പിന്നെയോ മഹാപുരുഷ സംശ്രയ. ഈ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഈശ്വരാനുഗ്രഹത്താൽ എന്ത് ലഭിച്ചിരിക്കുന്നു? മനുഷ്യത്വം എന്ന് പറയുമ്പോൾ ഇവിടെ മനുഷ്യ ശരീരത്തെയാണ് ഇവിടെ അർത്ഥം വെച്ചിരിക്കുന്നത്. മനുഷ്യത്വം എന്നുള്ളത് കൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് മനുഷ്യ ശരീരം വെരി 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 റയർ ആയിട്ട് കിട്ടിയിരിക്കുന്നു. ഒരുപാട് പുണ്യം ചെയ്ത് ഈശ്വരാനുഗ്രഹത്താൽ ലഭിച്ചിരിക്കുന്നു. പിന്നെയോ മുമുക്ഷുത്വം, മോക്ഷം നേടണമെന്ന ആഗ്രഹവും, മോക്ഷം നേടണമെന്ന ആഗ്രഹവും. കിട്ടാൻ ബുദ്ധിമുട്ടുള്ള മൂന്ന് കാര്യങ്ങൾ ഈ ശരീരം കിട്ടിയിട്ട് നമുക്ക് വന്നിരിക്കുകയാണ്. ഒന്ന് മനുഷ്യത്വം, രണ്ട് മുമുക്ഷുത്വം, മോക്ഷം നേടണമെന്ന ആഗ്രഹം, പിന്നെയോ മഹാപുരുഷ സംശ്രയ, മഹാപുരുഷ സംഘം, ഗുരുവിനെ ലഭിക്കൽ, ഗുരുവിന്റെ കയ്യിൽ നിന്ന് ഉപദേശം ലഭിക്കൽ, നല്ല ഒരു ഗുരുവിനെ ലഭിക്കൽ. ഇതൊക്കെയാണ് ഈശ്വരാനുഗ്രഹം കൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് എന്നാണ് ഭഗവാൻ പറയുന്നത്. കാരണം വിവേക ചൂടാമണി വരെ വായിച്ച് മനസ്സിലാക്കാൻ വരെ എത്തിയിട്ടുണ്ടല്ലോ. അപ്പോ അതിനകത്ത് മനുഷ്യത്വം കൊണ്ടാണ് സംഭവിച്ചിരിക്കുന്നത്, മുമുക്ഷുത്വം കൊണ്ടാണ് സംഭവിച്ചിരിക്കുന്നത്, മഹാപുരുഷ സംശ്രയ, ഇത് മൂന്നും കൊണ്ടാണ്. ഇത് നമ്മൾ തിരിച്ചറിയണം. ഇത് മൂന്നും വേണം എന്നുള്ളത് തിരിച്ചറിയണം. മനുഷ്യത്വം ഉണ്ടായിരിക്കണം, മുമുക്ഷുത്വം ഉണ്ടായിരിക്കണം, മഹാപുരുഷ സംശ്രയം ഉണ്ടായിരിക്കണം. കാരണം ലഭിച്ചിരിക്കുന്നത് മനുഷ്യ ശരീരമാണ്. അത് വെറുതെ കിട്ടിയതല്ല, ഈശ്വരാനുഗ്രഹം കൊണ്ട് ലഭിച്ചതാണ്. അപ്പോ ചിലർക്ക് സംഭവിക്കുന്നത് എന്താണെന്നറിയാവോ?
അന്ധേനേവ നീയമാന യഥാന്ധ എന്ന് പറയും. അന്ധൻ കുരുടനാൽ നയിക്കപ്പെടുന്നൊരു കുരുടനെ പോലെ ജീവിച്ചാൽ പോരാ. കുരുടനാൽ നയിക്കപ്പെടുന്ന കുരുടൻ എന്നാൽ എന്താണ്? ഒരു കുരുടൻ വേറൊരു കുരുടനെ വഴി കാണിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? കുരുടന് ആക്ച്വലി ഫ്രണ്ടിൽ നടക്കുന്ന കുരുടന് വഴി അറിയില്ല, അയാൾ തപ്പി നടക്കുന്നു. അയാൾ എങ്ങാനും വീണാലോ, എന്തെങ്കിലും കുഴിക്കകത്ത് വീണാൽ എന്തുണ്ടാവും? അയാളും വീഴും, പുറകിലുള്ള ആളും വീഴും. അതാണ് കുരുടൻ നയിക്കുന്ന കാര്യം പറയുന്നത്. അപ്പൊ അതങ്ങനെ പാടില്ല. ആരാണ് നയിക്കുന്നത്? ഒരു കുരുടനെ ആര് നയിക്കണം? ഒരു കുരുടനെ, നല്ല കാഴ്ചയുള്ള ഒരു വ്യക്തി വേണം ഒരു കുരുടനെ കൊണ്ടുപോകാൻ. കാരണം ആ കുരുടനെ വീഴാതെ ലക്ഷ്യത്തിൽ എത്തിക്കേണ്ടത് നല്ല കാഴ്ചയുള്ള ഒരു വ്യക്തിയാണ്. എന്നാലേ അത് സാധിക്കൂ. അല്ലെങ്കിൽ രണ്ടുപേരും പെട്ടുപോകും. ആദ്യത്തെ വഴി നയിക്കുന്ന ആള് ശരിയായിരിക്കണം. അതിനാണ് ഇവിടെ മഹാപുരുഷ സംശ്രയം വേണം എന്ന് വരുന്നത്. മഹാപുരുഷ സംശ്രയ, അല്ലെങ്കിൽ വഴി തെറ്റിപ്പോവും. എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും മോക്ഷം ആഗ്രഹിച്ച് സാധന ചെയ്യാത്തവൻ ആത്മഹത്യക്ക് തുല്യമായി ജീവിക്കുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ ഇതിനകത്ത് എന്താണ്? മനുഷ്യ ശരീരം കിട്ടി, അതിന്റെ മേന്മ ചില്ലറയൊന്നുമല്ല. ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ ധാരാളം അതിനെ കുറിച്ച് പറഞ്ഞു, ആ ശരീരം കിട്ടിയതിന്റെ മേന്മയെ കുറിച്ച്. പിന്നെ മുമുക്ഷുത്വം വരണം. കാരണം ഈ ശരീരം കൊണ്ട് ലഭിക്കേണ്ടത് മോക്ഷമാണ്. ലക്ഷ്യം മോക്ഷമാണ്. ലക്ഷ്യം മോക്ഷമാവുമ്പോൾ മുമുക്ഷുത്വം ഉണ്ടാകണം. അതായത് നിത്യമായത് എന്താണോ അതിനെ കണ്ടുപിടിക്കണം, അതെനിക്ക് വേണമെന്ന ആഗ്രഹം വരണം. അപ്പോ വൈരാഗ്യം വരണം, വിവേകം ഉണ്ടാകണം. നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വിവേകം എങ്ങനെ ജനിക്കും എന്ന് പറഞ്ഞു. വിവേകം ഉണ്ടാകണം. വിവേകമുണ്ടായി അത് വൈരാഗ്യത്തിലേക്ക് നയിക്കണം. വിവേകവും വൈരാഗ്യവും വന്നു കഴിയുമ്പോൾ മുമുക്ഷുത്വം ശരിയായിട്ട് ശോഭിക്കും. അപ്പോഴാണ് യഥാർത്ഥമായതിനെ അറിയൽ. മോക്ഷം വേണമെന്നൊരാഗ്രഹം, അതായത് പൂർണ്ണ സംതൃപ്തി എനിക്ക് കിട്ടണമെന്ന ആഗ്രഹം, അത് തനിയെ ആത്മതത്വം അറിയണമെന്ന ആഗ്രഹം അതുണ്ടാകുമ്പോൾ മുമുക്ഷുത്വമായി. പിന്നെ മഹാപുരുഷ സംശ്രയം വേണം. ഇതെല്ലാം നടക്കണമെങ്കിൽ എന്ത് വേണം? മഹാപുരുഷ സംശ്രയം ഉണ്ടാവണം. നല്ല ഒരു ഗുരുവിനെ കിട്ടണം. എന്നാലേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിക്കുകയുള്ളൂ. മനുഷ്യജന്മം തന്നെ ഇപ്പൊ തന്നെ നമുക്ക് തന്നെ അറിയാം. നമ്മൾ തന്നെ ഈ മഹാപുരുഷ സംശ്രയം, ഈ ശങ്കരാചാര്യരുടെ ഗ്രന്ഥം ഇതൊക്കെ പഠിക്കുന്നതുകൊണ്ടല്ലേ, ഉപനിഷത്തുകളും ശങ്കരാചാര്യരുടെ ഭാഷ്യത്തിലുള്ള ഉപനിഷത്തുകളും ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് കൊണ്ടാണല്ലോ നമുക്കും ഇത് മനസ്സിലാകുന്നത്. ഇത്രയും ദുർലഭമാണ് ഒരു മനുഷ്യജന്മം കിട്ടാനെന്നും അതിന് ഇത്രമാത്രം വാല്യൂ ഉണ്ടെന്നൊക്കെ നമ്മൾ തിരിച്ചറിയുന്ന എപ്പോഴാണ്? ഈ മഹാപുരുഷ സംശ്രയം കൊണ്ട് തന്നെയാണ്. അപ്പോ അതുണ്ടാവണം. മഹാപുരുഷ സംശ്രയം ഇല്ലാതെ ഇതൊന്നും ലഭിക്കില്ല. ഇപ്പൊ നമുക്കറിയാം, വളരെ കുറച്ചു പേരെ ഉപനിഷത്ത് മനസ്സിലാക്കുന്നുള്ളൂ. നമ്മൾ നേരത്തെ തൈത്തിരീയ ഉപനിഷത്ത് പഠിച്ചപ്പോൾ അത് പറഞ്ഞു, ജൈമിനി മഹർഷിയുടെ അവർ പറഞ്ഞു, എന്തിനാണ് ഈ ഭാഷ്യം എഴുതുന്ന വേദാന്തത്തിന്, ഇതാരും വായിക്കാൻ പോകുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ശങ്കരാചാര്യസ്വാമി അന്ന് പറഞ്ഞതാ. അങ്ങനെയല്ല, കോടാനുകോടി ജനങ്ങളില് ഒരാളെങ്കിലും സത്യം എന്താണ് എന്നറിയണമെന്ന് ആഗ്രഹിച്ചാൽ, നിത്യമായത് എന്താണ് എന്നറിയണമെന്ന് ആഗ്രഹിച്ചാൽ, ആനന്ദം എന്നത് എന്താണെന്ന് അറിയണമെന്ന് ആഗ്രഹിച്ചാൽ, ആത്മതത്വം എന്തെന്ന് അറിയണമെന്ന് ആഗ്രഹിച്ചാൽ അയാൾക്ക് വേണ്ടിയാ ഞാൻ എഴുതുന്നേ, അല്ലാതെ വെറുതെ ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ല. അങ്ങനെ ഒരാൾ അന്വേഷിക്കുമ്പോൾ അയാൾക്കൊരു മറുപടി കിട്ടാതിരിക്കരുത്, അയാൾക്കൊരു വഴി കാണാതിരിക്കരുത്, അയാൾക്കൊരു പ്രകാശം എവിടെ ഉണ്ടായിരിക്കണം അയാളെ നയിക്കാൻ. അതിനാണ് ഞാൻ എഴുതുന്നതെന്ന് പറഞ്ഞു. വളരെ ശരിയല്ലേ? അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ ഇതൊന്നും അറിയാൻ പറ്റത്തില്ലല്ലോ. അപ്പോ അങ്ങനെ മഹാപുരുഷ സംശ്രയം, മഹാപുരുഷന്മാരെ കിട്ടണം, നല്ല ഗുരുവിനെ കിട്ടണം. അതിനെ നമ്മൾ അന്വേഷിക്കണം. പിന്നെ ഉള്ളിൽ ഉത്കടമായ ആഗ്രഹം ഉണ്ടായാൽ നമ്മളെ അറിയാതെ തന്നെ ഗുരു നമ്മളെ തേടി വരും എന്നാണ് ശാസ്ത്രം പറയുന്നത്. എവിടെയാണ് എൻ്റെ ശിഷ്യൻ എന്ന് അറിഞ്ഞ് ആ ഗുരു വരും. അങ്ങനെ നമുക്ക് അത് ഏത് രൂപത്തിലുമാകാം. അതിപ്പോ ഒരു മനുഷ്യരൂപത്തിൽ തന്നെ വന്നോളന്നില്ല ഗുരു. ചിലപ്പോൾ പ്രകൃതിയിൽ നിന്ന് തന്നെ നമുക്ക് ചില പാഠങ്ങൾ നമ്മുടെ മുമ്പിൽ ഉരുത്തിരിഞ്ഞു വരും. അത് നമുക്ക് അയ്യോ ശരിയാണല്ലോ, ഇത് വലിയൊരു പാഠമാണല്ലോ, അത് ഈ വൃക്ഷം എനിക്ക് കാണിച്ചു തരുന്നത്. എത്രയോ പേർക്ക് തണല് കൊടുക്കുന്നു, സ്വന്തമായിട്ടൊന്നും സൂക്ഷിച്ചു വെക്കുന്നില്ല, ആ ഫലങ്ങളെല്ലാം മറ്റുള്ളവർക്ക് കൊടുക്കുന്നു, സ്വയം ചൂടിൽ നിന്ന് തപിച്ചുകൊണ്ട് താഴെ നിൽക്കുന്നവർക്ക് തണല് കൊടുക്കുന്നു. ഏറ്റവും അടിയിൽ നിന്ന് അങ്ങ് താഴെ നിന്ന് അവനവന് വേണ്ട ഭക്ഷണവും അവനവന് വേണ്ട ഊർജവും വലിച്ചെടുക്കുന്നു. ഒരുപാടുണ്ടല്ലോ അതിനകത്ത് നോക്കുമ്പോൾ. എന്തെല്ലാമാണ് ഒരു വൃക്ഷത്തെ ഗുരുവായിട്ട് എടുത്താൽ ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട്.
അപ്പോ അങ്ങനെ നമ്മുടെ മുമ്പിൽ പലതും വന്ന് ഭവിക്കാം. അല്ലാതെ എല്ലാം മനുഷ്യരൂപത്തിലുള്ള ഗുരു തന്നെ വന്നുകൊള്ളുന്നില്ല, പലതരത്തിലുമാണ്. അപ്പൊ അങ്ങനെ ആ മഹാപുരുഷ സംശ്രയം, എന്തായാലും ഒരു ഗുരു വേണം. ഗുരുവില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം ഇപ്പോഴത്തെ കാലത്ത് ഇതിനെയൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ളവരുടെ കയ്യിൽ ചെന്നുപെട്ടാൽ നമ്മൾ വേണ്ടത് നമുക്ക് കിട്ടാതെ കണ്ടു പോകും. അതുകൊണ്ട് മഹാപുരുഷ സംശ്രയം വളരെ ആവശ്യമാണ് എന്നാണ് ഇപ്പൊ ഈ ശ്ലോകത്തിൽ നമ്മൾ മനസ്സിലാക്കിയത്. അടുത്തൊരു ശ്ലോകം, ഞാനതിന്റെ PDF ഇടാൻ എനിക്ക് സമയം കിട്ടിയില്ല, നാളെ അതിന്റെ PDF ഇട്ടോളാം. ഇപ്പൊ ഞാനതൊന്ന് വായിക്കാം. ലബ്ധ്വാ കഥഞ്ചിത് നരജന്മ ദുർലഭം, ലബ്ധ്വാ കഥഞ്ചിത് നരജന്മ ദുർലഭം, തത്രാപി പുംസ്ത്വം ശ്രുതിപാരദർശനം, തത്രാപി പുംസ്ത്വം ശ്രുതിപാരദർശനം, യസ്ത്വാൻ മുക്തൗ ന യതേത മൂഢധീ സ ഹ്യാത്മാഹ സ്വം വിനിഹത്യ സദ്വ്യഹാത്. ലബ്ധ്വാ കഥഞ്ചിന്നരജന്മ ദുർലഭം തത്രാപി പുംസ്ത്വം ശ്രുതിപാരദർശനം, യസ്ത്വാത്മമുക്തൗ ന യതേത മൂഢധീ സഹ്യാത്മഃ സ്വം വിനിഹന്ത്യ സദ്ഗ്രഹാൽ. ഇതിന്റെ PDF നാളെ ഞാൻ ഇട്ടോളാം. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എഴുതിയെടുക്കാം. ഇപ്പൊ അതൊന്ന് ജസ്റ്റ് കേട്ടോളൂ. ഇവിടെ ഈ ശ്ലോകത്തില് നമ്മുടെ പ്രയത്നത്തെ കുറിച്ചാണ് പറയുന്നത്. ഈ ശ്ലോകത്തില് നമ്മുടെ പ്രയത്നത്തെ കുറിച്ച് പറയുന്നു. കഴിഞ്ഞ ശ്ലോകത്തില് ഈ ദേവാനുഗ്രഹ ഹേതുകം എന്ന് പറഞ്ഞു. എന്താണ്? ദുർലഭം ത്രയമേവൈത ദേവാനുഗ്രഹ ഹേതുകം മനുഷ്യത്വം മുമുക്ഷുത്വം മഹാപുരുഷ സംശ്രയ എന്ന് പറയും. ഇവിടെ ഇനി പറയുന്നത് പ്രയത്നത്തെ കുറിച്ചാണ്. അപ്പൊ ഈശ്വരാനുഗ്രഹം കൊണ്ട് കിട്ടി കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമ്മുടെ പ്രയത്നം എന്തായിരിക്കണം എന്നാണ് പറയുന്നത്. ജീവിത വിജയത്തിന് രണ്ടും വേണം. എന്താണ്? പ്രയത്നവും വേണം, ഈശ്വര അനുഗ്രഹവും വേണം. ഇത് രണ്ടും കൂടെ ഉണ്ടെങ്കിലേ ജീവിതത്തില് ലക്ഷ്യം നേടാൻ സാധിക്കൂ. നല്ല പ്രയത്നവും വേണം, ഈശ്വരന്റെ അനുഗ്രഹവും വേണം. ഇത് രണ്ടും കൂടുമ്പോൾ നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. രണ്ട് ചിറകുമുണ്ടെങ്കിലേ പക്ഷി പറന്ന് അതിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തുകയുള്ളൂ. നമ്മൾ സാധാരണ ഒരു ശ്ലോകത്തിന് പ്രാധാന്യം കൽപ്പിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഒരു ശ്ലോകത്തിന് അതിനെ അണ്ടർലൈൻ ചെയ്യും. അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് അല്ലെ? ചില പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ, നമ്മൾ പണ്ടൊക്കെ വായിച്ചിരിക്കുന്ന പുസ്തകങ്ങൾ, ഇപ്പോഴും വായിക്കുന്ന പുസ്തകങ്ങളിൽ ചില വാചകങ്ങൾ നമുക്ക് മനസ്സിൽ തങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് പ്രാധാന്യമുള്ള ചില ഭാഗങ്ങളിൽ നമ്മൾ അണ്ടർലൈൻ ചെയ്യും. അത് രണ്ടു തരത്തിലാണ്. ഒന്ന്, നമ്മൾ അണ്ടർലൈൻ ചെയ്ത് നമുക്ക് ഒരു വലിയ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അടുത്തൊരാള് അത് വിട്ടുപോകരുത്. ഇത് ഈ പുസ്തകം കൈമാറുമ്പോൾ ആ വ്യക്തിയും ആ ഭാഗത്തെ പ്രത്യേകം മനസ്സിലാക്കണം എന്നുള്ള രീതിയിലും അണ്ടർലൈൻ ചെയ്യും. അതുകൊണ്ട് ശങ്കരാചാര്യരെ ശാസ്ത്രത്തില് ഒരു പ്രത്യേക സംവിധാനത്തിന് മുഖ്യത്വം പറയാൻ ഉപയോഗിക്കുന്നുണ്ട്. ഒരു പ്രത്യേക സംവിധാനം ഉപയോഗിക്കും. ഇത് മുഖ്യത്വം പറയാനായിട്ട് ശങ്കരാചാര്യ സ്വാമികൾ. അതെന്താണെന്നറിയാമോ? എതിര് പറയൽ. ഒരു കാര്യം പറയുമ്പോൾ ഒരു എതിര് പറയൽ. അതിനെ ഒരു പ്രത്യേക രീതിയിലുള്ളൊരു പ്രസന്റേഷനാണ്. നാളെ പുസ്തകവുമായി വരണം എന്നിപ്പോ പറയാം. നാളത്തെ ക്ലാസ്സിന് എല്ലാവരും വരുമ്പോൾ പുസ്തകവുമായി വരണം എന്ന് പറയുന്നതിന് പകരം പുസ്തകമില്ലാതെ വരണ്ട എന്ന രീതിയിൽ പറഞ്ഞാലോ, അതൊരു എതിര് പറയുന്ന രീതിയിൽ പ്രസന്റ് ചെയ്യാന്നുള്ളതാണ്. പുസ്തകമില്ലാതെ ആരും വരണ്ട കേട്ടോ എന്ന് പറയുന്നതും പുസ്തകമായി വരണം എന്ന് പറയുന്നത് സംഗതി ഒന്ന് തന്നെ, പക്ഷെ പ്രസന്റ് ചെയ്യുന്ന രീതിയിൽ വ്യത്യാസമുണ്ട്. അപ്പോ ശങ്കരാസ്വാമികൾ അങ്ങനെ പറയും, തിരിച്ചു പറയും, പുസ്തകം ഇല്ലാതെ വരണ്ട എന്ന് പറയും. ഇവിടെ വരണ്ട എന്നതിനല്ല മുഖ്യത്വം. ആണോ? പുസ്തകമില്ലാതെ വരണ്ട എന്ന് പറഞ്ഞാൽ വരണ്ട എന്നാണോ മുഖ്യത്വം? അല്ല. എന്തിനാണ് മുഖ്യത്വം? പുസ്തകം എന്നുള്ളതാണ്. അതില്ലാതെ എന്നുള്ള ഭാഗത്തിനാണ്. പുസ്തകം വേണം എന്നുള്ളതാണ്. പുസ്തകം കൊണ്ടുവരണം എന്നതിന് തന്നെയാണ് മുഖ്യത്വം.
ഈ രീതിയിൽ ആചാര്യസ്വാമികൾ പല ശ്ലോകങ്ങളുടെയും വ്യാഖ്യാനമൊക്കെ അങ്ങനെ പറയാം. കിട്ടേണ്ടതെല്ലാം കിട്ടിയിട്ടും പ്രയോജനപ്പെടുത്താത്തവനെ ആചാര്യൻ മൂഢൻ എന്ന് വിളിക്കും. മൂഢധീഹി എന്നിവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഈ ശ്ലോകത്തില് ഒരു സ്ഥലത്ത് മൂഢധീഹി രണ്ടാമത്തെ വരിയില് യസ്ത്വാത്മമുക്തൗത യതേത മൂഢധീ സഹ്യാത്മഹാസ്വം വിനിഹന്യ സദ്ഗ്രഹാൻ എന്ന് പറയുമ്പോൾ ആ മൂഢധീ എന്ന് പറയുന്നുണ്ട്. അപ്പോ കിട്ടേണ്ടതെല്ലാം കിട്ടി എന്നിട്ടും അതിനെ പ്രയോജനപ്പെടുത്താത്തവനെയാണ് ഇവിടെ മൂഢധീ എന്ന് പറയുന്നത്. അല്ലാതെ മന്ദബുദ്ധിയെ അല്ല ഇവിടെ പറയുന്നത്. എല്ലാം കിട്ടിയിട്ടുണ്ട്, ഭഗവാന്റെ അനുഗ്രഹത്താൽ എല്ലാം കിട്ടിയിട്ടുണ്ട്, പക്ഷെ യത്നിക്കുന്നില്ല, പ്രയത്നിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അയാളെയാണ് ഇവിടെ മൂഢധീഹി എന്ന് ആചാര്യസ്വാമികൾ പറയുന്നത്. അപ്പൊ എന്താണ് പറയുന്നത്? ലബ്ധ്വ, കിട്ടിയിട്ട്. ലബ്ധ്വ എന്ന് പറഞ്ഞാൽ നേടിയിട്ട് അല്ലെങ്കിൽ കിട്ടിയിട്ട്. കഥഞ്ചിത്, എങ്ങനെയോ എന്നാണ്, എങ്ങനെയോ കിട്ടിയിട്ട്. ലബ്ധ്വ കഥഞ്ചിത് നരജന്മ ദുർലഭം, മനുഷ്യപിറവി, ദുർലഭമായ മനുഷ്യപിറവി എങ്ങനെയോ ലഭിച്ചു. അപ്പൊ അതിനാണ് നേരത്തെ പറഞ്ഞേ ഈശ്വരാനുഗ്രഹം കൊണ്ടെന്ന് പറഞ്ഞേ. എങ്ങനെയോ ഈശ്വരാനുഗ്രഹം കൊണ്ട് ലബ്ധ്വാ കഥഞ്ചിത് നരജന്മ ദുർലഭം, ദുർലഭം നരജന്മം ദുർലഭമായിട്ടുള്ള നരജന്മം കിട്ടി. എന്നിട്ടോ അതായത് കർമ്മതത്വം അനുസരിച്ചാണ് കിട്ടുന്നത്. എങ്ങനെയോ എന്ന് പറഞ്ഞാൽ കർമ്മതത്വം അനുസരിച്ച്. ദേവശരീരത്തെക്കാളും മികച്ചതെന്ന് നമ്മൾ കർമ്മത്തിന്റെ ലോ പഠിച്ചപ്പം മനസ്സിലാക്കി. ദേവശരീരത്തെക്കാളും മികച്ചതാണ് മനുഷ്യ ശരീരം, കാരണം മോക്ഷം നേടാം എന്നുള്ളത് തന്നെ. ദേവശരീരം ശരിക്കും എന്തിനു വേണ്ടിയിട്ടാണ്? ഭോഗത്തിന് വേണ്ടിയിട്ടാണ്. മനുഷ്യ ശരീരം മോക്ഷത്തിന് വേണ്ടിയിട്ടാണ്. ഇത് രണ്ടും തമ്മിലാണ് വ്യത്യാസം. അതുകൊണ്ടാണ് ദേവന്മാർ പോലും മനുഷ്യനായി ജനിക്കണമെന്ന് ആഗ്രഹിക്കും എന്ന് പറയും ശാസ്ത്രങ്ങളിൽ. അതിന്റെ കാരണം ഇതാണ്. എന്നിട്ടോ തത്രാപി പുംസ്ത്വം ശ്രുതിപാരദർശനം, തത്ര അപി എന്നിട്ട് പുംസ്ത്വം, അതിനാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പുംസ്ത്വത്തെ കുറിച്ച് പറഞ്ഞു. എന്തൊക്കെയാണ്? മനഃശക്തി, ധൈര്യം, സ്ഥൈര്യം, ഇതൊക്കെയാണ് പുംസ്ത്വത്തിന്റെ മീനിങ് ആയിട്ട് പറഞ്ഞത്. അല്ലാണ്ട് പുരുഷൻ എന്നുള്ളതല്ല. മനഃശക്തി, ധൈര്യം, സ്ഥൈര്യം മുതലായ കാര്യങ്ങൾ. തത്രാപി പുംസ്ത്വം ശ്രുതിപാരദർശനം. ശ്രുതിപാരദർശനം എന്താന്ന്? ശ്രുതിപാരദർശനം ശ്രുതികളിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള ദർശനങ്ങൾ, അറിവുകൾ. ശ്രുതിപാരദർശനം എന്നതുകൊണ്ട് ഇവിടെ നല്ല അറിവുകൾ കിട്ടിയിട്ടുണ്ട്. പിന്നെയോ ശ്രുതിപാരദർശനം, അപ്പൊ അങ്ങനെ വേദാന്തത്തിൽ കൂടി ഉള്ള അറിവ്, ഉപനിഷത്തുകളിൽ കൂടിയുള്ള അങ്ങനെയുള്ള അറിവുകൾ കിട്ടിയിട്ടുണ്ട്. ദർശനങ്ങളിൽ കൂടിയിട്ട് വേദാന്ത വാക്യത്തെ അറിയല്, ഇങ്ങനെ അതിനെ അറിയാനുള്ള മനഃശക്തി, അതാണ് പുംസ്ത്വം എന്ന് പറഞ്ഞത്. ഇതെല്ലാം കിട്ടിയിട്ടുണ്ട്. പിന്നെയോ അങ്ങനെയുള്ള യാതൊരുവൻ, അങ്ങനെയുള്ള യാതൊരുവൻ യസ് ആത്മമുക്തൗ ന യതേത മൂഢധിം എന്നാ പറയുന്നത്. അങ്ങനെയുള്ളവൻ സ്വാത്മ, തന്റെ തന്നെ, അവനവന്റെ തന്നെ, മുക്തൗ, മുക്തിക്ക് വേണ്ടി, യസ്വാത്മമുക്തൗ, യസ്വാത്മമുക്തൗ, അവിടെ വാക്ക് സ്വാത്മമുക്തൗ, സ്വാത്മ അവനവന്, തന്റെ തന്നെ, യാതൊരുവൻ സ്വാത്മ അവന്റെ തന്നെ, തന്റെ തന്നെ, മുക്തൗ മുക്തിക്കു വേണ്ടി, നയതേത പ്രവർത്തിക്കുന്നില്ലയോ, നയതേത പ്രവർത്തിക്കുന്നില്ലയോ, യസ്വാത്മമുക്തൗ നയതേത മൂഢധീ, അവിടെയാണ് പറഞ്ഞ് പ്രവർത്തിക്കുന്നില്ലയോ മൂഢധീ, അവൻ മൂഢനാണ്. അവനെയാണ് ഇവിടെ മൂഢൻ എന്ന് പറഞ്ഞത്. ആരാണോ എല്ലാ സൗകര്യങ്ങളും നേരത്തെ ശ്ലോകത്തിൽ പറഞ്ഞ എല്ലാം കിട്ടിയിട്ട്, മനുഷ്യജന്മം കിട്ടിയിട്ട്, മഹാപുരുഷ സംശ്രയം കിട്ടിയിട്ട്, ഇതെല്ലാം കിട്ടിയിട്ട് ആരാണോ മോക്ഷത്തിന് വേണ്ടി പ്രവർത്തിക്കാത്തത്, അവൻ മൂഢൻ, മൂഢധീഹി. എന്നിട്ടോ പിന്നെന്താ പറയണേ? സഹ ഹി ആത്മഹ സഹ്യാത്മഹ സ്വം വിനിഹന്യ സദ്ഗ്രഹാൽ. എന്താണ്? സഹ ഹി ആത്മഹ, അവൻ ആത്മഹത്യക്ക് സമയമായവനാണ്, ആത്മഹത്യ ചെയ്തവനെ പോലെയാണ്. സ ഹി ആത്മഹ, അവൻ ആത്മഹത്യക്ക് സമമായവനാണ്, ആത്മഹത്യ ചെയ്തവന് സമമായവനാണ്.
ആത്മഹത്യ ചെയ്തതിന് സമമായ ഒരു ആളാണ് ഈ പറഞ്ഞ കാര്യങ്ങള് ചെയ്യാതെ ഇരിക്കുന്ന മനുഷ്യജന്മത്തിൽ ഇരിക്കുന്നവൻ. പിന്നെന്ത് ചെയ്യുന്നു അവൻ? സ്വം, അവനവനെ. നേരത്തെ എന്താ പറഞ്ഞേ? സ്വാത്മ എന്ന് പറഞ്ഞു, തന്റെ തന്നെ മുക്തിക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്ന് പറഞ്ഞു. ഇപ്പൊ പറയുന്നു സ്വം, അവനവനെ വിനഹന്തി, നശിപ്പിക്കുന്നു. വിനിഹന്തി, സ്വം വിനിഹന്തി, അവനവനെ നശിപ്പിക്കുന്നു. ആര്? ആത്മ തത്വം അറിയാൻ വേണ്ടി പ്രയത്നിക്കാത്തവൻ. ദുർലഭമായ ദുർലഭമായ മനുഷ്യ ശരീരം കിട്ടിയിട്ടും ആത്മതത്വം പഠിക്കാൻ വേണ്ടിയിട്ടോ മോക്ഷത്തിന് വേണ്ടിയിട്ടോ പ്രവർത്തിക്കാത്തവൻ സ്വയം ആത്മഹത്യ ചെയ്തവന് സമമാണ് എന്നാണ് ഇതിന്റെ അർത്ഥം. അസദ്ഗ്രഹാത്. എന്തുകൊണ്ടാണ് അയാൾ അങ്ങനെ ചെയ്യുന്നത്? അസദ്ഗ്രഹാത്, അതാണ് അവസാനത്തെ വാക്ക്. വിനിഹന്ത്യ സദ്ഗ്രഹാത്. വിനിഹന്ത്യ സദ്ഗ്രഹാത് ഒരൊറ്റ വാക്കായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതില് അസദ്ഗ്രഹാൻ എന്ന് വരും. വിനിഹന്തി അസദ്ഗ്രഹാൻ, അതാണ് വിനിഹന്ത്യ സദ്ഗ്രഹാത് എന്നുള്ളത്. അപ്പോ അസദ്ഗ്രഹാത്, തെറ്റായതിനെ ഗ്രഹിച്ചിരിക്കുന്നതിനാൽ, അതാണ് അതിൽ പ്രധാനപ്പെട്ട ഭാഗം. തെറ്റായതിനെ ഗ്രഹിച്ചിരിക്കുന്നു. എന്താണ്? അജ്ഞാനം. എന്താണ് അജ്ഞാനം? നമ്മുടെയൊക്കെ അജ്ഞാനം എന്താണ് ശരിക്കും? എന്താണ് ശരിയായ അജ്ഞാനം? നമ്മള് ഈ ശരീരമാണ് എന്ന് വിചാരിച്ചിരിക്കുന്നതാണ് അജ്ഞാനം. നമ്മൾ ഈ ശരീരമാണോ? ഇത്രയും നാളും പഠിച്ചതൊക്കെ എന്താണ്? ശരീരമല്ല, ശരീരമല്ല, ശരീരമല്ല. ഇതിനകത്ത് പ്രവർത്തിക്കുന്ന ആ ശക്തി, ആ ആത്മാ, അതാണ് ഞാൻ. എനിക്ക് മരണമില്ല, ഈ ശരീരം പോകും, പക്ഷെ ഞാൻ എന്നുമുണ്ട്, എനിക്ക് മരണമില്ല. ഇപ്പൊ അങ്ങനെയല്ലോ, നമ്മൾ മരിക്കുന്നതിനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് മരണമില്ല, നമ്മള് മരണമില്ലാത്ത ഒരാളായിട്ട് തന്നെ ഇരിക്കുന്നത്. വീണ്ടും ഒരു ഷർട്ട് എടുത്തിടും, ഒരു ശരീരം കൂടെ നമ്മൾ അടുത്ത ജന്മത്തിൽ വീണ്ടും നമ്മൾ മേടിക്കും. അത് മേടിക്കാതിരിക്കാനാണ്, ഷർട്ടൊന്നും ഇടാതെ ആത്മാവായിട്ട് ഇങ്ങനെ സുഖമായിട്ട് ഇരിക്കാനാണ് നമ്മൾ പ്രയത്നിക്കേണ്ടത്. അതാണ് മോക്ഷം. ഈ ശരീരമല്ല, ശരീരം പൊക്കോട്ടെ, അത് ഒരു നമ്മുടെ കർമ്മഫലം കൊണ്ട് വന്നു പെട്ടു, ഇനി അതില്ലാണ്ടാവും, അത്രേ ഉള്ളൂ. ഇനിയൊരു ശരീരമൊന്നും വേണ്ട. കാരണം ഞാൻ സംതൃപ്തനാണ്, പൂർണ്ണ തൃപ്തനാണ്. ഇനി എനിക്കൊരു ശരീരം വേണ്ട, എനിക്ക് നേടേണ്ടതായിട്ടൊന്നുമില്ല, എന്റെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെട്ടു, എന്റെ ഇന്ദ്രിയങ്ങളൊന്നും ഇനി ഒന്നിനെയും ആഗ്രഹിക്കുന്നില്ല. അത് ഇല്ലാതെ കണ്ട് ഈ ശരീരമാണ് ഞാൻ, ഇനി എന്തെല്ലാം എനിക്ക് നേടാനുണ്ട്, എനിക്ക് എന്തൊക്കെയോ കിട്ടാനുണ്ട്, ഈ ജന്മം കിട്ടിയില്ലെങ്കിലും അടുത്ത ജന്മത്തിലെങ്കിലും കിട്ടണമേ ഭഗവാനെ എന്നും പറഞ്ഞ് അമ്പലത്തിൽ പോകുന്നു, വഴിപാടുകൾ ചെയ്യുന്നു, എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്, എന്തുമാത്രം പ്രാർത്ഥിക്കുന്നു, എന്തുമാത്രം ഭാഗവതം വായിക്കുന്നു, ശ്ലോകം വായിക്കുന്നു, പല 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 ആഗ്രഹങ്ങളെ മുന്നിട്ട് വെച്ചുകൊണ്ട് 41 ദിവസം വായന, 21 ദിവസം വായന, വ്രതങ്ങള്, ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാണ്? ഓരോ ആഗ്രഹ പൂർത്തീകരണത്തിന്. അപ്പൊ അത് ഈ ജന്മത്തില് വന്നിരിക്കുന്ന സഞ്ചിതം കൊണ്ട് അത് നേടാൻ ചിലപ്പോ പറ്റില്ല. അപ്പോ അത് തരാനായിട്ട് പ്രാർത്ഥിച്ചതല്ലേ, പ്രവർത്തിച്ചതല്ലേ. ഓരോ പ്രവർത്തനത്തിനും ഫലമുണ്ടല്ലോ, കർമ്മത്തിനും ഫലമുണ്ടല്ലോ. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്യും? ആ ഒരു നിയമം കൂടെ വെച്ചിട്ടുണ്ട്. എന്ത് കർമ്മം ചെയ്താലും ഫലമുണ്ടെന്നൊരു നിയമം വെച്ചിട്ടുണ്ട്. നമ്മള് നിഷ്കാമകർമ്മമല്ല ചെയ്യുന്നത്, നമ്മൾ ചെയ്യുന്ന ഓരോ നാമജപത്തിനും നമ്മള് ഫലം ചോദിക്കുന്നുണ്ട് ഭഗവാനോട്. അപ്പൊ തന്നല്ലേ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ വരണ്ടേ അത് മേടിക്കണമെങ്കിൽ? അത് ഈ ജന്മത്തില് നമ്മളെ വിട്ടിരിക്കുമ്പോ അതൊന്നും കണക്കാക്കിയിട്ടില്ല. കാരണം ഇപ്പോഴാ ചോദിക്കുന്നത്. കഴിഞ്ഞ ജന്മങ്ങളിലെ ചില കണക്കൊക്കെ വെച്ചാണ് ഇവിടെ വന്നത്. ഇപ്പൊ പുതിയതായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഈ ജന്മത്തിന് ഇത് തരാൻ പറ്റില്ല. അതെല്ലാം കണക്ക് കൂട്ടി റെഡിയാക്കി വെച്ച് അടുത്ത ജന്മത്തിലേക്ക് തരാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു ജന്മം തരും, എല്ലാം അനുഭവിച്ചോളാൻ പറയും, സുഖമായിട്ട് ഇരുന്നോളാൻ പറയും. ഒത്തിരി സത്കർമ്മങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ശരി, ദേവലോകത്ത് പോയി ദേവനായിട്ട് ജീവിച്ചോളൂ, സുഖമായിട്ട് കഴിഞ്ഞോളൂ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വിടും. അപ്പൊ ദേ കിടക്കുന്നു, ഏതാ? മനുഷ്യജന്മം പോലും ഇല്ല, ദേവജന്മമായി. കാരണം ആഗ്രഹങ്ങളുടെ പുറകെ മാത്രമായിരുന്നു നമ്മുടെ ജീവിതം. അപ്പോഴും എന്തുണ്ടാവും? സുഖലോലുപതയിൽ മാത്രം ഇരുന്നിരുന്ന് മോക്ഷത്തെക്കുറിച്ചൊരു ചിന്തയേ വരില്ല. ഇവിടെ വരുമ്പോ കുറെ കഷ്ടപ്പാടൊക്കെ വരുമ്പോ നിത്യമായതല്ല, ഇതൊക്കെ എന്നും അനിത്യമാണ്, ഇതെല്ലാം നശിച്ചു പോകുന്നതാണ്, ഈ സുഖമൊന്നും എന്നും ഉണ്ടാകില്ല എന്നൊക്കെ ഉള്ള തിരിച്ചറിവ്, വിവേകം വന്ന് അതിൽ കൂടി വൈരാഗ്യമുണ്ടായി. എനിക്ക് നിത്യമായത് കിട്ടണം, എനിക്ക് എന്നും സന്തോഷമായിട്ടിരിക്കണം, ആത്മതത്വം അറിയണം, ശാസ്ത്രങ്ങളൊക്കെ എനിക്ക് മനസ്സിലാക്കണം എന്ന് ചിന്ത വന്ന് നല്ലൊരു ഗുരുവിനെയും കൂടെ കിട്ടുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആ നല്ല ശരിയായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് നീങ്ങും.
അപ്പൊ അങ്ങനെ അതിനെ ഒന്ന് അറിയാതിരിക്കുന്ന അവസ്ഥയും, ഞാൻ ഈ ശരീരമാണ് എന്ന് വിചാരിച്ച് ശരീരത്തിനെ തൃപ്തിപ്പെടുത്താനായിട്ട് മാത്രം ജീവിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നതിനെയാണ് ഇവിടെ അസദ്ഗ്രഹാത് എന്ന് പറയുന്നത്. വിനിഹന്തി അസദ്ഗ്രഹാൽ, രണ്ട് വാക്കാണത്. വിനിഹന്തി അസദ്ഗ്രഹാൽ ചേർത്ത് പറയുമ്പോ വിനിഹന്തി അസദ്ഗ്രഹാത് എന്ന് പറയും. അതാണ് ഈ ശ്ലോകത്തിന് അർത്ഥം വന്നത്. നമ്മുടെ പ്രയത്നത്തെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് ആചാര്യസ്വാമികള് വളരെയധികം ഇത് ഈ ശ്ലോകത്തിനകത്ത് പറയാം. നമ്മുടെ പ്രയത്നത്തെയാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. പ്രയത്നം എന്തിനായിരിക്കണം? മോക്ഷം നേടാനായിരിക്കണം. അതാണ് വിവേക ചൂടാമണിയിൽ വ്യക്തമായിട്ട് ഇത് പറയുന്നതാണ്. ഈ ശരീരം കിട്ടി, നമ്മുടെ തന്നെ കർമ്മം കൊണ്ട് കിട്ടിയതാ. നമുക്ക് ഭാഗ്യമുണ്ട്, വളരെയധികം ഭാഗ്യമുണ്ട്. നമുക്ക് നമ്മുടെ കർമ്മങ്ങൾ, എന്തൊക്കെയോ കർമ്മങ്ങളൊക്കെ ചെയ്ത് കറങ്ങിത്തിരിഞ്ഞ് എത്രയോ ജന്മങ്ങളിൽ കൂടി കർമ്മ ലോ അനുസരിച്ച് തിരിച്ചു വന്നൊരു ജന്മം കിട്ടി. ഈശ്വരാനുഗ്രഹത്താൽ മനുഷ്യജന്മം കിട്ടി. ഇപ്പോ നമുക്ക് ഒരു കയറിയൊരു തോന്നലും ഉണ്ടായിരുന്നു, ചെറിയൊരു മുമുക്ഷത്വം നമുക്കുണ്ട്. ഒരു മഹാപുരുഷ സംശ്രയവും വലിയ വലിയ ഗുരുനാഥന്മാരെയൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ ഉപദേശങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഈ സമയത്തെ ഉപയോഗിക്കണം. ഈ സമയത്തെ എന്തിനു വേണ്ടിയായിരിക്കണം? ഇനിയെങ്കിലും നമ്മൾ പ്രയത്നിക്കുന്നത് എന്തിനു വേണ്ടിയായിരിക്കണം? മോക്ഷത്തിന് വേണ്ടി ആയിരിക്കണം. നിങ്ങൾ പുറത്തേക്ക് ഒന്ന് നോക്കുക, എത്രയോ വലിയ വലിയ സപ്താഹങ്ങൾ നടക്കുന്നു. അവിടെ വന്ന് കേൾക്കുന്നത് ആയിരക്കണക്കിന് ആൾക്കാർ കേൾക്കുമ്പോൾ ആരെങ്കിലും മോക്ഷത്തിന് ആഗ്രഹിക്കുന്നുണ്ടോ? അമ്പലങ്ങൾ നോക്കുക, എത്ര ഉത്സവങ്ങൾ നടക്കുന്നു. കോടിക്കണക്കിന് ആൾക്കാർ വന്ന് തൊഴുന്നു, ഭഗവാനെ തൊഴുന്നു, പ്രാർത്ഥിക്കുന്നു, പോകുന്നു. മോക്ഷം വേണമെന്ന് ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നൊന്ന് ചിന്തിക്കുക. ജസ്റ്റ് ചിന്തിച്ചാൽ അറിയാം ഉണ്ടാകില്ല എന്നുള്ളത്. കാരണം വേറെ ആരെയും ചിന്തിക്കേണ്ട, നമ്മളെ തന്നെ ചിന്തിക്കുക. അപ്പൊ നമ്മളെക്കാട്ടിലും പുറകിലുള്ളവർ ഒത്തിരി പേരുണ്ടാവും, നേരം അറിയാം. നമ്മൾ തന്നെ നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒന്ന് നോക്കുക. കഴിഞ്ഞ ദിവസങ്ങളിൽ പല അമ്പലങ്ങളിലും പോയി കാണും, പല ക്ഷേത്രങ്ങളിലും പോയി കാണും, പല ഭാഗവത സപ്താഹങ്ങളുള്ള സ്ഥലത്ത് പോയി കാണും, ഭാഗവത സത്രങ്ങളുള്ള സ്ഥലത്ത് പോയി കാണും, ഭഗവാനെ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് കാണും. എപ്പോഴെങ്കിലും ഭഗവാനെ, എനിക്ക് നിത്യമായ സന്തോഷം വേണം, അത് ഈ ഭോഗവസ്തുക്കളിൽ കൂടിയല്ല, ശാസ്ത്രം പറയുന്ന പൂർണ്ണമായ സംതൃപ്തി എന്ന മോക്ഷാവസ്ഥയാണ്, അത് എനിക്ക് തരുമോ ഭഗവാനെ, അതെനിക്ക് തന്നൂടെ ഭഗവാനെ, അതെനിക്ക് വേണം ഭഗവാനെ, അത് മാത്രം മതി ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്നൊന്ന് ചിന്തിച്ചു നോക്ക്. വളരെ ബുദ്ധിമുട്ടാണ് ആ പ്രാർത്ഥന വരാൻ. ഇനിയൊരു കാര്യം കൂടെ എൻ്റെ മനസ്സിലുണ്ട്, അതുകൂടെ കിട്ടിയിട്ട് ഞാനിത് പ്രാർത്ഥിക്കാന്ന് വിചാരിക്കും. ഒരു കാര്യം കൂടെ ഭഗവാനെ നടക്കാനുണ്ട്. എന്താണ്? മകളുടെ കല്യാണം ഒന്ന് നടക്കാനുണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മോക്ഷം. വേറൊരാൾ വിചാരിക്കും മോഹനൊരു ജോലി കിട്ടണം, അത് കിട്ടിയാൽ മതി, പിന്നെ എനിക്ക് മോക്ഷം മതി. ഭഗവാനെ കിടക്കാണ്ട് കിടപ്പാട എങ്ങനെയെങ്കിലും ഒരു വീടുണ്ടാവും, അത് കിട്ടിയിട്ട് എനിക്ക് മോക്ഷം. ഇങ്ങനെയല്ലേ മോക്ഷം എന്നുള്ള വാക്ക് ഉപയോഗിക്കാറില്ല, ആരും ഉപയോഗിക്കാറില്ല. എല്ലാവരും എനിക്ക് വേണം എന്ന് പറയുന്നത് എല്ലാം ലൗകികമായിട്ടുള്ള കാര്യങ്ങളെയാണ് സകലരും പ്രാർത്ഥിക്കുന്നത്. അത് തെറ്റല്ല കേട്ടോ, തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞ. അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ പോകണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ശങ്കരാചാര്യസ്വാമികളും അതാ പറയുന്നത്. അതുകൊണ്ടാണോ പറഞ്ഞേ, കർമ്മകാണ്ഡത്തിൽ കൂടി പോയി സത്കർമ്മങ്ങൾ ചെയ്ത് ധർമ്മപരമായി ജീവിച്ച് ആഗ്രഹങ്ങളൊക്കെ സാധിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇതല്ല, ഇവിടെയല്ല ഞാൻ നിൽക്കണ്ടേ എന്നൊരു വിവേകം ജനിക്കും. അതാ വഴിക്ക് പോയാലേ ജനിക്കുള്ളൂ. ഇപ്പൊ ഈ പോകുന്നവരൊക്കെ ഒരു ദിവസം ഇതുപോലെ വേദാന്തത്തിലേക്കും വരും, അതുറപ്പാണ്. കുറെ സമയമെടുക്കുന്നു മാത്രം. കാരണം ഈ ആഗ്രഹങ്ങൾ ഒരാഗ്രഹം ചോദിക്കും ഭഗവാനോട്. അതിനുവേണ്ടി 41 ദിവസം വ്രതമൊക്കെ എടുത്ത് നല്ല ആഗ്രഹം ചോദിക്കും. ആ ആഗ്രഹം സാധിക്കും. ഉടനെ അടുത്ത ആഗ്രഹം വരും, അതും ഭഗവാൻ സാധിക്കും. അപ്പോഴേക്കും ഒരു ഭയങ്കരമായ ഒരു അടി വരും. പൂർവ്വജന്മത്തിൽ വെച്ചിരിക്കുന്ന കർമ്മങ്ങൾ കൊണ്ടോ എന്തുകൊണ്ടോ എവിടെയെങ്കിലും ഒരു നല്ലൊരു തട്ടുകേട്. അന്നേരം തോന്നും, അയ്യോ ഭഗവാനെ, എനിക്ക് ജീവിക്കണമെന്നില്ല, മതിയായി ഭഗവാനെ എന്ന് പറയുന്നൊരു സമയം എല്ലാവരുടെ ജീവിതത്തിലും വരാറുണ്ട്. ഏത് മനുഷ്യന്റെ ജീവിതത്തിലും ഒരു സന്ദർഭം വരും, മടുത്തു, ഇനി എന്തിന് ജീവിക്കണം, മതി എന്നൊരു തോന്നൽ വരുന്നൊരു സമയമുണ്ട്. ആ സമയമെങ്കിലും ഈ തിരിച്ചറിവിന് വേണ്ടി ഉപയോഗിക്കണം. എല്ലാവരുടെ അതെ. നമ്മളൊക്കെ വന്നിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. എന്റെ കാര്യം വളരെ സ്പഷ്ടമാണ്. അങ്ങനെ ഒരു വലിയൊരു പഴുത്തിരിവിൽ കൂടി തന്നെയാണ്
ശാസ്ത്ര പഠനത്തിനായിട്ട് മുന്നോട്ട് കൂടുതൽ വന്നതും അതിനകത്തേക്ക് പോയതും എന്താണ് നേടേണ്ടത് എന്ന് ഭഗവാൻ ബാബയുടെ പുസ്തകം ഒരു സന്ദർഭത്തിൽ ഒരു വലിയ പ്രതിസന്ധി ഉള്ളിൽ മാനസികമായിട്ട് സംഘർഷം ഉണ്ടായ സമയത്ത് മൈ ബാബ ആൻഡ് ഐ എന്ന സാക്ഷാൽ ഹിസ്ലോ എന്ന് പറഞ്ഞ ആ വലിയ ഭക്തൻ, ഭഗവാന്റെ ഭക്തൻ, ലോകം മുഴുവൻ സഞ്ചരിച്ച് സത്യാന്വേഷണത്തിന് ഒരു മറുപടി കിട്ടാതെ ഇരുന്ന കാലത്ത് ഭഗവാന്റെ അടുത്ത് വന്നുപെടുകയും അദ്ദേഹത്തിന്റെ സകല സംശയങ്ങളും അവിടെ തീർക്കപ്പെടുകയും ചെയ്ത ഒരു മഹത് വ്യക്തിയാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ മൈ ബാബ ഐ എന്ന് പറഞ്ഞൊരു ബുക്കാണ് ഞാൻ സ്വാമിയുടെ പുസ്തകം ആദ്യമായിട്ട് വായിക്കുന്നത്. അത് വായിച്ചപ്പോഴാണ് ശരിക്കും ഭഗവാനെ കുറിച്ച് സത്യം എന്താണെന്ന് അറിയാൻ സാധിച്ചത്. അപ്പോഴാണ് നമ്മൾ എന്തിനു വേണ്ടി ജീവിക്കണം, എന്താണ് ജീവിതത്തിന്റെ ലക്ഷ്യം എന്നൊക്കെ മനസ്സിലാവുന്നത് ആ സന്ദർഭം. അതാണ് ഓരോ മനുഷ്യനെ ഈശ്വരൻ തിരിച്ചുവിടുന്നതാണ് ഓരോ വഴി. ആ തിരിവ് പിന്നീട് 1000-ഓളം പുസ്തകങ്ങൾ വായിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് പോകുന്നൊരു പോക്കായി. അങ്ങനെ മുന്നോട്ട് പോയിട്ടാണ് പിന്നെ ഇതിലേക്ക് തന്നെ, ഇതാണ് ലക്ഷ്യം. ചില പുസ്തകങ്ങളിലൊക്കെ വ്യക്തമായിട്ടുണ്ടായിരുന്നു എന്തിനാണ് ഈ ജീവിതം, ഈ ജീവിതം എന്തിനെന്ന് നോക്കുക. അപ്പോഴാണ് രമണ മഹർഷിയുടെ പുസ്തകങ്ങളൊക്കെ വായിക്കാനിടയായതും ഒരുപാട്. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തിനാണ് നമുക്ക് ഈ മനുഷ്യ ജന്മം കിട്ടിയിരിക്കുന്നത്, നമ്മൾ ഇവിടെ നിന്ന് എന്ത് നേടിയിട്ടാണ് ഈ ശരീരം വിട്ടു പോകേണ്ടത്, ഇതിന്റെയൊക്കെ സത്യാവസ്ഥ എന്താണ്, എന്ത് ശക്തിയാണ് ഇതിനെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത്. നമുക്ക് കൈയുണ്ട്, അതേസമയം കൈ ഉണ്ടെങ്കിലും കൈ പ്രവർത്തിക്കാൻ ചിലർക്ക് പറ്റുന്നില്ല. കണ്ണുണ്ട്, പലർക്ക് കാഴ്ചയില്ല. ഇങ്ങനെ പല പല ചിന്തകളും നമുക്ക് ആ സമയത്ത് ഉണ്ടാവും. ഇതിലേക്ക് പോകുമ്പോൾ പല ചോദ്യങ്ങളും മനസ്സിൽ വരും. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മളാണ് വലിയ ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്ന്. അപ്പോഴാണ് മനസ്സിലാവുക നമ്മൾ ഒരു ചോദ്യം ചോദിക്കുന്നില്ല. ഇതിനെക്കാട്ടിലൊക്കെ അഗാധമായ ചോദ്യങ്ങൾ എത്രയോ ഉപനിഷത്തുക്കളില് പല ശിഷ്യന്മാരും ചോദിച്ചിട്ടുണ്ട്, പല ഋഷീശ്വരന്മാരും അതിനുള്ള മറുപടി കൊടുത്തിട്ടുണ്ട്. നമ്മളതൊന്നും അറിയാതെ കണ്ടിരിക്കുമ്പോൾ, അജ്ഞാനത്തിലിരിക്കുമ്പോൾ നമ്മൾ വലിയ ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്ന് നമ്മൾ തെറ്റായി ധരിക്കുന്നു. അങ്ങനെ വായിച്ചു പോകുമ്പോൾ ഒരുപാട് അറിവുകൾ കിട്ടും. അപ്പൊ നമ്മുടെ ഒന്നുമല്ല എന്ന് നമുക്ക് മനസ്സിലാവും. നമ്മുടെ ചോദ്യങ്ങളൊക്കെ വെറും അപ്രസക്തങ്ങളാണ് എന്നപ്പോ മനസ്സിലാവും. ആദ്യം വിചാരിച്ചൊരു ഞാനൊരു എന്താ പറയാ ഇവരെയൊക്കെ ഇരുത്തുന്ന ചോദ്യമാണ് ഞാൻ ചോദിക്കാൻ പോണെന്ന് വെച്ചിട്ടാണ് പലരും ആത്മീയ പാതയിലെ പല ചോദ്യങ്ങളും ചോദിക്കുന്നത്. ഇതിനെന്ന് എവിടെ മറുപടി, ഇവിടെ ശാസ്ത്രത്തിന് എന്ത് പറയാൻ പറ്റുന്നൊക്കെ വിചാരിച്ചിട്ടാണ് പലരും പല ചോദ്യങ്ങളും ചോദിക്കാറ്. പക്ഷെ അതിനപ്പുറമുള്ള ചോദ്യങ്ങളുടെ മറുപടികളും ശാസ്ത്രത്തിൽ കിടപ്പുണ്ട്. നമ്മുടെ അജ്ഞത കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല, വായിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പൊ മുന്നോട്ട് പോകും തോറും കൂടുതൽ ഗ്രന്ഥങ്ങളിലേക്ക് പോകുമ്പോൾ ഒരുപാട് മറുപടികൾ കിട്ടും, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ആ ഒരു പറഞ്ഞത് എന്താണ്, ആ പ്രയത്നം, സത്യമായതിനെ അറിയാനുള്ള പ്രയത്നം. കോടാനുകോടി ജന്മങ്ങൾ വരുന്നു പോകുന്നു, ചെടികൾ ഉണ്ടാകുന്നു നശിക്കുന്നു, മഴ വരുന്നു മഴ പോകുന്നു, വെയിൽ വരുന്നു വെയിൽ പോകുന്നു, ഭൂമി കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു, രാവും പകലുമായിട്ട് നമുക്ക് തോന്നുന്നു, ഗ്രഹങ്ങൾ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. എന്തോ ഒരു ശക്തി ഇതിനെ മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. ആ ശക്തി തന്നെ നമ്മളെയും നിയന്ത്രിക്കുന്നു. നമ്മുടെ ഇഷ്ടത്തിനല്ല മരിക്കുന്നത്, നമ്മുടെ ഇഷ്ടത്തിനല്ല ജനിക്കുന്നത്, നമ്മുടെ ഇഷ്ടത്തിനല്ല ഏത് ദേശത്തിൽ വന്ന് ജനിക്കുന്നത്, നമ്മുടെ ഇഷ്ടത്തിനല്ല ഏത് അച്ഛനും അമ്മയും നമുക്ക് ലഭിക്കുന്നത്. ഇങ്ങനെ ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. ഇതെങ്ങനെ ചോദിക്കുമ്പോൾ കുഞ്ഞെ ഇങ്ങനെയാണ് എന്ന് ശങ്കരാചാര്യ സ്വാമികളെ പോലെയുള്ളവര് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവിടെ അത് മനസ്സിലാക്കാൻ പറ്റാത്തതാണ് നേരത്തെ പറഞ്ഞ അസദ്ഗ്രഹാത്. അവിടെ എന്താണ് മനസ്സിലാക്കാൻ പറ്റാത്തതിന്റെ കാരണം? ആദ്യമേ തൊട്ട് ജനിച്ചു വീഴുമ്പോ തൊട്ട് ഞാൻ ഈ ശരീരമാണ് എന്നുള്ള വിചാരമാണ് നമ്മുടെ കൂടെ വരിക. അത് എന്ന് തുടങ്ങി എന്ന് പറഞ്ഞാൽ അറിയാനൊക്കില്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ നമ്മളത് പഠിച്ചു. അറിയാൻ പറ്റില്ല. എന്ന് ഈ അജ്ഞാനം തുടങ്ങി എന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല. അത്രയും അതിന് പഴക്കമുണ്ട്. ജനിക്കുമ്പോഴേ കിട്ടുന്ന അജ്ഞാനമാണ്. അത് എത്ര കാലം മുമ്പ് തുടങ്ങിയെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ പക്ഷെ ഒരു ഭാഗ്യം കിട്ടി, അജ്ഞാനത്തിൽ നിന്ന് കരകയറാനുള്ള മാർഗങ്ങൾ മനസ്സിലായി. അജ്ഞാനത്തിലാണ് നമ്മൾ ഇരിക്കുന്നത് എന്ന് മനസ്സിലായി. അത് മനസ്സിലാക്കിയതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആലോചിച്ച് നോക്കൂ. സാധാരണക്കാരനോട് പോയി ഇങ്ങനെ എന്തെങ്കിലും സംസാരിച്ചാൽ പറ്റുമോ? അവർക്കൊന്നും മനസ്സിലാകത്തില്ല, ആർക്കും ഒന്നും മനസ്സിലാകത്തില്ല. അപ്പൊ അത് മനസ്സിലാക്കാനുള്ളൊരു ഭാഗ്യം നമുക്കിപ്പോ ലഭിച്ചു. ആര് തന്നു? ആ പരബ്രഹ്മം എന്ന ശക്തി തന്നെയാണ് തന്നിരിക്കുന്നത്. ആ ശക്തി തന്നെ നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മളെ വെളിച്ചത്തിലേക്ക് നയിക്കും. അതാണ് അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ
മൃത്യോർമ അമൃതം ഗമയ. ആരാണ് നമ്മളെ നയിക്കുന്നത്? ഉള്ളിലുള്ള ആ പരമാത്മ ശക്തി തന്നെ. ഇത്രയും നയിച്ചിരിക്കുന്നു. ഇനി അത് ഈ വഴിയിൽ കൂടി പോയി അതിനകത്ത് വഴിയിൽ വരുന്ന ബുദ്ധിമുട്ടുകളെയൊക്കെ തരണം ചെയ്ത് ലക്ഷ്യത്തിലേക്ക് എത്തണം എന്ന ഉറച്ച തീരുമാനത്തോടുകൂടി ഈ അസദ്ഗ്രഹത്തെ മാറ്റണം. ഞാൻ ശരീരമാണ്, അതിന് ഒറ്റ വഴിയുള്ളൂ. ഞാൻ ഈ ശരീരമാണ് എന്ന വിചാരം മാറ്റിയേ പറ്റൂ. ഈ ശരീരത്തിന് വേണ്ട ആഗ്രഹങ്ങളെ സാധിക്കലല്ല എന്റെ ലക്ഷ്യം. ഈ ഇന്ദ്രിയങ്ങൾക്കൊക്കെ അപ്പുറം, ഈ ഇന്ദ്രിയങ്ങളെയൊക്കെ പ്രവർത്തിപ്പിക്കുന്ന, എന്റെ മനസ്സിനെ ചലിപ്പിക്കുന്ന, എന്റെ സകല അവയവങ്ങളെ ചലിപ്പിക്കുന്ന ആ ശക്തി എൻ്റെ ഉള്ളിലുണ്ട്. ആ ശക്തി ഞാനാണ് എന്ന് എനിക്ക് തിരിച്ചറിയാൻ സാധിക്കണം. ഞാൻ 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 എന്ന് പറയുന്നത് ആ ശക്തിയാണ്, ഈ ശരീരമല്ല. ഇപ്പൊ എന്നെ പരമേശ്വരൻ, ഞാൻ പരമേശ്വരൻ എന്ന് പറഞ്ഞപ്പോ ഞാൻ അങ്ങനെ തന്നെ അങ്ങനെ ഞാൻ അതല്ല. ഇപ്പൊ ഈ ഷർട്ടിന്റെ പേരാ, ഈ ഇട്ടിരിക്കുന്ന ഉടുപ്പിന്റെ പേരാ, ഈ തലമുടിയും ഈ കണ്ണും ഈ മീശയും മൂക്കും മാക്കും ഒക്കെ ഉള്ള അതിന് ആ രൂപത്തിന്റെ പേരാ, ഒരു രൂപമാണ്. ഈ രൂപം ഇല്ലാണ്ടാവും. ഈ രൂപം ഇല്ലാണ്ടാവുമ്പോഴും ഇതിനെ നിയന്ത്രിക്കുന്ന ശക്തി അവിടെ ഉണ്ടാവും. ആ ശക്തിയാണ് ആക്ച്വലി ഞാൻ. കൂരിരുട്ടത്ത് ഞാൻ ഇരിക്കുമ്പോ ഞാൻ ഉണ്ട് അവിടെ. ആരെങ്കിലും വിളിച്ചു കഴിയുമ്പോ ആരാണതെന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞ ഞാനാ. ഭക്ഷണം കഴിച്ചു, ആരാണ് സ്വാദ് അനുഭവിച്ചേ? ഞാൻ. ഒരു കാഴ്ച കണ്ടു, അതിന്റെ സന്തോഷം അനുഭവിച്ചതാരാണ്? ഞാൻ. ഒരു ശബ്ദം കേട്ടു, അതിന്റെ സുഖം അനുഭവിച്ചതാരാണ്? ഞാൻ. ചെവിയാണോ സുഖം അനുഭവിച്ചേ? അല്ലെങ്കിൽ മൂക്കാണോ ഗന്ധത്തിന്റെ സുഖം അനുഭവിച്ചേ? അല്ലെങ്കിൽ നാക്കാണോ സ്വാദിന്റെ അനുഭവിച്ചേ? അല്ല, അകത്തിരിക്കുന്ന ഒരു ശക്തിയാണ് ഇതൊക്കെ അനുഭവിക്കുന്നത്. കാരണം ഞാൻ എല്ലാം അനുഭവിക്കുന്നുണ്ട്. ചെവിയിൽ കൂടി കേൾക്കുന്നതിന്റെ സുഖം അനുഭവിക്കുന്നുണ്ട്, നാക്കിൽ കൂടി കഴിക്കുന്നതിന്റെ സുഖം അനുഭവിക്കുന്നുണ്ട്, മൂക്കിൽ കൂടി കിട്ടുന്ന ഗന്ധത്തിന്റെ സുഖം അനുഭവിക്കുന്നുണ്ട്, കണ്ണിൽ കൂടി അനുഭവിക്കുന്ന കാഴ്ചയുടെ സുഖം അനുഭവിക്കുന്നുണ്ട്. എല്ലാത്തിന്റെയും സുഖം ഞാൻ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എന്നത് ഒരു ശക്തിയാണ്. ഞാൻ ആണ് ഇതെല്ലാം അറിയുന്നതും കേൾക്കുന്നതും കാണുന്നതും പറയുന്നതും എല്ലാം ഞാനാണ്. ആ ഞാൻ ഈ ശരീരമല്ല, ഉറപ്പാണ്. അതിന് നമ്മൾ പഠിച്ചു കാരണ സൂക്ഷ്മ സ്ഥൂല ശരീരം എന്ന് പഠിച്ചു. അപ്പൊ സ്ഥൂല ശരീരം പോകും എന്നുറപ്പായി, അതിപ്പോ മനസ്സിലായിട്ടുണ്ട്. ഇനി സൂക്ഷ്മ ശരീരവും കൂടെ ഇല്ലാതെ കണ്ടാകണം, അതിന് കാരണ ശരീരവും ഇല്ലാതെ കണ്ടാകണം എന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പൊ ഈ ചിന്തകളോട് കൂടി വേണം ഇനി ചെയ്യുന്ന പ്രാർത്ഥനകളെല്ലാം. അതാണ് പറഞ്ഞു വന്നത്, അതിലേക്കാണ്. ഇനി അമ്പലത്തിൽ പോകുമ്പോഴും വിളക്ക് കൊളുത്തി ഈശ്വരന് മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴും നാരായണീയം വായിക്കുമ്പോഴും ഭാഗവതം വായിക്കുമ്പോഴും മറ്റു പുരാണ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോഴും ഏത് ശ്ലോകം ചെല്ലുമ്പോഴും നമ്മുടെ ഉള്ളില് ഒരു പ്രാർത്ഥനയെ വേണ്ടൂ. എന്താണ്? ഈശ്വര, എനിക്ക് മോക്ഷമാണ് വേണ്ടത്. അതിന് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. എപ്പോഴും ഈ ചിന്ത ഉള്ളിൽ നിൽക്കാൻ അനുഭവിക്കട്ടെ. ഒരാൾക്ക് ദാനം കൊടുക്കുമ്പോ, ഒരാൾ സഹായിക്കുമ്പോ, ഒരാളോട് കരുണ തോന്നുമ്പോ ഒക്കെ, എല്ലാ പ്രവർത്തനങ്ങളിലും, ഒരു പ്രവർത്തനത്തിലും എന്തെങ്കിലും ഒരു ആഗ്രഹം വെച്ചിട്ടുള്ള പ്രവൃത്തി ഉണ്ടാകരുത്. നിഷ്കാമമായിരിക്കണം. സകല പ്രവൃത്തികളും നിഷ്കാമമായിരിക്കണം. ആർക്കെന്ത് കൊടുക്കുമ്പോഴും നിഷ്കാമമായിരിക്കണം. സ്വന്തപ്പെട്ടവർക്ക് കൊടുക്കുമ്പോഴും നിഷ്കാമമായിരിക്കണം. മക്കൾക്ക് ചെയ്യുമ്പോഴും നിഷ്കാമമായിരിക്കണം. എല്ലാത്തിലും ആ നിഷ്കാമം എന്നുള്ളൊരു ഇത് ഉള്ളിൽ ഉറയ്ക്കണം. എനിക്ക് വേണ്ടത് നിത്യമായ ആനന്ദമാണ്, മോക്ഷമാണ്. ഈ ശരീരം വിട്ട് ഇനിയൊരു ശരീരത്തിൽ എനിക്ക് പ്രവേശിക്കേണ്ടി വരരുത്. അതിന് വേണം ഈശ്വരനോട് പ്രാർത്ഥിക്കാൻ. അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ ഉപസംഹരിക്കാം. അടുത്ത ശ്ലോകങ്ങളെല്ലാം ഞാൻ PDF ആയിട്ട് ഇട്ടോളാം. ഇന്ന് സ്വല്പം തിരക്കിലായി പോയതുകൊണ്ടാണ് ഇന്ന് ഒരു ശ്ലോകം ഇട്ടുള്ളൂ. രണ്ടാമത്തെ ശ്ലോകം ഇടാൻ സമയം കിട്ടിയില്ല, കുഞ്ഞുങ്ങളുടെ ക്ലാസ് ഒക്കെ ഉള്ളതുകൊണ്ട്. അടുത്ത ദിവസത്തേക്ക് മുമ്പായിട്ടെല്ലാം ഒരു 3-4 ശ്ലോകങ്ങൾ ഇട്ടേക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ബ്രഹ്മാർപ്പണമസ്തു. എല്ലാവർക്കും സായിറാം. സായിറാം സാർ. സായിറാം. സായിറാം സാർ. സായിറാം സാർ. സായിറാം. സായിറാം. സായിറാം സാർ. സായിറാം. സായിറാം.